ഹലോ. അപ്പം ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഞാൻ ഒരു വണ്ടി എടുത്തു, എൻ്റെ വീട്ടിലേക്ക് ഒരു വണ്ടി എടുത്തു. എല്ലാവരുടെയും ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു വണ്ടി സ്വന്തമാക്കുക. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് എൻ്റെ ഏട്ടൻ്റെ വണ്ടിയായിരുന്നു, പോളോ. ഒരു റെഡ് കളർ പോളോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ്. ഇത് അതേപോലത്തെ ഒരു വണ്ടിയാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. കുറേ പേർക്ക് അറിയാൻ മതിയായിരിക്കും, പക്ഷേ അറിയാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യണം ഏതാ വണ്ടി എടുത്തതെന്ന്. ഈ വീഡിയോയിൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ വണ്ടി എടുത്തതിന് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്നല്ല വണ്ടി എടുത്തത്, ഞങ്ങൾ എറണാകുളം പോയിട്ടാണ് വണ്ടി എടുത്തത്. ശരിക്കും ഇത് ഈ വീഡിയോ പറഞ്ഞത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട വീഡിയോ ആണ്. കാരണം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഒന്നാമത് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്തിട്ടാണ് പോയത്. അപ്പം കാറിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പം അധിക വീഡിയോസ് ഒന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. വണ്ടി എടുക്കണ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിന് കൂടെ ഇടുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്ത് നിന്നാണ് വണ്ടി എടുത്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് വണ്ടി വെച്ചിട്ട് പറയാം. ബാ. സോ ഇതാണ് നമ്മുടെ വണ്ടി, താർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇത് കാലിക്കറ്റ് ഒന്നുമല്ല എടുത്തത്, ഞാൻ എറണാകുളത്ത് നിന്ന് എടുത്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് അതിന് കാരണം. കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അലോയ് ഇപ്പോൾ വരുന്ന താർ 3 ഡോറിന് ഈ അലോയ് മാറ്റിയിട്ട് അവരൊരു കവർ വെക്കാൻ തുടങ്ങി. അത് താർ റോക്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് കവർ വെക്കാൻ തുടങ്ങി. അപ്പം എനിക്കത് പേഴ്സണലി ഞാൻ ഈ വണ്ടി കണ്ട് ശീലമായതുകൊണ്ട് എനിക്ക് ഈ അലോയ് ഇല്ലാതെ കാണുമ്പോൾ എന്തോ ഒരു മാതിരി. പലർക്കും പല ഡിസിഷൻ ഉണ്ടാവുക. എനിക്ക് ഈ അലോയ് ഉള്ളതാണ് ഇഷ്ടം. പിന്നെ അവർ ഈ അലോയ് മാറ്റിയിട്ട് റേറ്റ് കുറച്ചില്ല. മഹീന്ദ്ര താറിന് റേറ്റ് കുറച്ചില്ല, സെയിം റേറ്റിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഈ അലോയ് ഒഴിവാക്കണം? അപ്പോൾ ഞാൻ കാലിക്കറ്റ് ഒട്ടുമിക്ക എല്ലാ ഷോറൂമും വിളിച്ച് ചോദിച്ചാണ്. അവിടെ എവിടെയും വെഹിക്കിളില്ല ഈ അലോയ് ഉള്ളത്, പുതിയ മോഡൽ സാധനമുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയത് കൊച്ചിയിൽ നിന്നാണ്. അതും കൊച്ചി വയലാട്ട് മഹീന്ദ്ര എന്നാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പം ഇതിന് മുമ്പ് അവിടെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ സമീപിച്ച് വണ്ടി എടുക്കാൻ ഒരു ആഴ്ചയിലുള്ള വണ്ടി റെഡിയാക്കി തന്നു. പക്ക നീറ്റ് ഡീലിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഫാബിയോ എന്നൊരു സെയിൽസ് മാനാണ് എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സർവീസും കാര്യങ്ങളും എപ്പോൾ വിളിച്ചാലും അവരതിനനുസരിച്ച് കറക്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലും എനിക്ക് 2-3 കൺസേൺ ഉണ്ടായപ്പോൾ അവരെ വിളിച്ചപ്പം എപ്പോഴും ഫോൺ എടുക്കേണ്ടത്. എനിക്ക് ആ വീഡിയോയിൽ നേരത്തെ അവർക്ക് ഇനി എന്താ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഇതൊരിക്കലും പെയ്ഡ് സർവീസ് അല്ല, എനിക്ക് അവർ ഓഫർ ഒന്നും തന്നിട്ടുമില്ല. എനിക്ക് അവിടെ പോയിട്ടുള്ള അനുഭവമാണ്. എൻ്റെ ഫാമിലി ആയാലും എല്ലാവർക്കായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ വയലാട്ട് മഹീന്ദ്രയിൽ ഞാൻ സമീപിച്ചത് ഫാബിയോ ആണ്. അപ്പം നിങ്ങൾക്ക് അവൻ്റെ നമ്പർ വേണമെങ്കിൽ താഴ്ത്ത് കൊടുക്കാം. പിന്നെ പറയാനുള്ളത്, താറിൻ്റെ പുതിയ അപ്ഡേഷൻ ഈ ടയർ അല്ലാതെ അലോയ് അല്ലാതെ വേറൊരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്രില്ല് മാറും, ലൈറ്റ് മാറും, അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറും, സ്റ്റിയറിംഗ് ബോക്സ് ഇലക്ട്രിക്കലാവും. എനിക്ക് പിന്നെ ഒന്നാമത് അത്ര മാസം വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്റ്റിയറിംഗ് ബോക്സ് ഇത് ഹൈഡ്രോളിക്കാണ്, മറ്റേത് വരാൻ പോകുന്നത് ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക്ക് ഞാൻ റോക്സിൽ ഓട്ടിയപ്പം ഒരു കാർ ഓട്ടുന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനൊരു ജീപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. ജീപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വരുമ്പം ചെറിയൊരു ഫീൽ കിട്ടും. മറ്റേത് പക്ക നമ്മുടെ ഫാമിലിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ജീപ്പ്, അങ്ങനെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആകുമ്പോൾ അതിനൊരു വേറെ ഫീലാണ്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഒരു 2 മാസം കഴിഞ്ഞ് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നത് കേട്ടു. പക്ഷേ ഞാൻ കൺഫേം അല്ല, ഞാൻ അവിടെ ഷോറൂമിലൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ എന്താ പറയുക, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് വണ്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. പിന്നെ വലിയ മാറ്റമൊന്നുമില്ല, കാരണം സെയിം തന്നെയാണ്. പുറമേ നിന്ന് ഗ്രില്ല് മാത്രം മാറ്റം വരുള്ളൂ. അപ്പം എന്തുകൊണ്ടും എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. കുറേ പേര് പറഞ്ഞു 3-4 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് പുതിയ അപ്ഡേഷൻ എടുത്തുകൂടായിരുന്നു. പക്ഷേ വേറെ മാറ്റങ്ങളൊന്നുമില്ല, ഫ്രണ്ട് ഗ്രില്ല് മാത്രം മാറ്റുള്ളൂ. പിന്നെ ഡിസ്പ്ലേയും അതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഞാൻ എടുത്ത മോഡൽ റിയൽ വീൽ ഡ്രൈവാണ്, 4x4 അല്ല. 2-3 കൺസേൺസ് ഉണ്ട്. ഞാൻ ഒന്നാമത് ഓഫ് റോഡ് അങ്ങനെ പോകുന്ന ഒരാളല്ല, അങ്ങനെ മലയും കുന്നും കയറി പോകുന്ന ഒരാളല്ല. മീൻസ് നടന്നിട്ടൊക്കെ പോവും, അല്ലാതെ വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് അങ്ങനെ ഞാൻ പോവാറില്ല. പിന്നെ രണ്ടാമത്തെ കൺസേൺ, അതാണ് മെയിൻ, മൈലേജ് വേണം. ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എൻ്റെ മെയിൻ വെഹിക്കിളായിട്ട് ഇത് യൂസ് ചെയ്യാനാണ് എനിക്ക്. അപ്പം എനിക്ക് മൈലേജ് ഭയങ്കര വലിയൊരു കൺസേൺ ആയിരുന്നു. അപ്പം ഞാൻ എടുത്ത മോഡൽ ഡീസൽ റിയൽ വീൽ ഡ്രൈവ് ആണ്. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുമെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. നിങ്ങൾക്ക് അത്യാവശ്യം ചളി കാണാം. അതായത് ഒന്നാമത് ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇപ്പം 1000 ഏകദേശം ആയി. അപ്പോൾ ഫസ്റ്റ് സർവീസ് ഞാൻ പോവുകയാണ്. പിന്നെ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ചളി പിടിക്കില്ലെന്ന് ആരും വിചാരിക്കരുത്. ഒരു മഴയത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മൊത്തം ചളിയാണ്. അപ്പം കഴുകാഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഒന്നാമത് സർവീസിന് കൊണ്ടു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ചളി പെട്ടെന്ന് ചളി പിടിക്കും. അപ്പം ഈ 2 കാര്യങ്ങളാണ്. അപ്പം ബ്ലാക്ക് എടുക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കണം.
നന്നായിട്ട് വൃത്തിയായിട്ട് കുളിപ്പിച്ച് കൊണ്ടുനടക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സ്റ്റിയറിങ്, ഇത് ഹൈഡ്രോളിക്കാണ് വരുന്നത് സ്റ്റിയറിങ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വണ്ടി പോലെ ഭയങ്കര ബട്ടർ സ്മൂത്ത് ആവില്ല, കുറച്ച് ചെറിയൊരു പിടുത്തം ഉണ്ടാവും. ആ ഒരു ഫീല് ഇഷ്ടപ്പെട്ട് ഓടണോൽക്കാണ് ഈ വണ്ടി സെറ്റ് ആവുള്ളൂ. ഇനി വരാൻ പോണതിന് ഇലക്ട്രിക് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് കൺഫർമേഷൻ കിട്ടിയില്ല. പിന്നെ ഇതിന് മുകളിൽ ഇരിക്കുമ്പോൾ ഒരു കമാൻഡിങ് പവർ ആട്ടോ, നമുക്ക് കമാൻഡിങ് പൊസിഷനാണ് നമുക്കിത്. പിന്നെ ഇപ്പോഴത്തെ വണ്ടി പോലെ ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ചൊരു വണ്ടിയല്ല. ഇതിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഓട്ടാൻ പറ്റിയ ഒരാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഭയങ്കര കുറേ ഫീച്ചേഴ്സ് വേണം. എന്തിനേറെ പറയുക, നമ്മുടെ ഈ ക്യാമറമാൻ അവന് ഒരുപാട് ഫീച്ചേഴ്സ് വേണം. അവന് സംബന്ധിച്ച് ഒട്ടും പറ്റാത്തൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സീറ്റിൽ തീരെ കംഫേർട്ട് പോരാന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞ ഒരാളാണ് ഈ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആംഗിൾ ഫ്രെയിംസിൻ്റെ എൻ്റെ അനിയനല്ല, ശരിക്കും ഏട്ടൻ, എന്നെക്കാട്ടി മൂത്ത ആളാണ്, പക്ഷെ കണ്ട അനിയനെ പോലെ ഉണ്ടാവും. അവന് ഭയങ്കര പ്രശ്നമായിരുന്നു, ഒരു ബാക്ക് സീറ്റിൽ ഇരിക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ കണ്ണൂർ ട്രിപ്പ് പോയല്ലോ, പിടിച്ച് ബാക്കിലിരുത്തി. പക്ഷേ നിനക്ക് ഓക്കെ അല്ലേ ബാക്ക് സീറ്റ്? ഞാനും ഇരുന്ന് കുറേ ഞാനും ഇരുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കംഫേർട്ടാട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് പോലത്തെ കുറേ പേര് പറഞ്ഞു ഫ്രണ്ട് സീറ്റിനെക്കാട്ടും കംഫേർട്ട് ബാക്ക് സീറ്റാണ്. പക്ഷേ എനിക്ക് ഈ സീറ്റും കംഫേർട്ടാണ്, ബാക്കും എനിക്ക് അത്ര ഓവർ ജർക്ക് കാര്യങ്ങളൊന്നും. ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കുലുക്കമാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് കംഫേർട്ടായിട്ട് ഭയങ്കരമായിട്ട് കിടന്നുറങ്ങി. എൻ്റെ മാമൻ്റെ മോള് എറണാകുളം ടു ഇവിടെ വരെ ഞങ്ങൾ വണ്ടി എടുത്ത് വരുമ്പോൾ അവൾ മുമ്പിലേക്ക് കയറിയിട്ടേ ഇല്ല, കാരണം അവളവിടെ കിടന്നുറങ്ങുക. അപ്പം അത്രയും കംഫേർട്ടാണ് ബാക്ക്. എല്ലാവരും പറഞ്ഞ പോലെ അത്ര വലിയ കുലുക്കമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ലഗേജ് സ്പേസിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം എടുക്കാൻ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ജീപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ സെയിം സംഭവം ചെറിയൊരു ഫീൽ നമുക്ക് ഇന്ന് കിട്ടുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് വണ്ടിക്ക് ഒരു പ്രശ്നം തോന്നിക്കില്ല. അല്ലാതെ ഇവനെ പോലെ ഫീച്ചറിസ്റ്റിക് വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും പറ്റിയ വണ്ടിയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വണ്ടി. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങളൊരു സിനിമാറ്റിക് വീഡിയോ നമ്മുടെ വണ്ടി വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്ലാനിൽ ഒരു പ്ലാൻ അതാണ്. അപ്പം നടക്കുമോ ഇല്ലയോ, ഈ വീഡിയോ വരുമെന്ന് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ക്യാമറമാനും എഡിറ്ററും ഭയങ്കര തിരക്കുള്ളൊരു ടീച്ചറാണ്. ഇപ്പോൾ ടീച്ചിങ് ആണ് അവൻ ചെയ്യണത്. ഞങ്ങൾ വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് പറഞ്ഞല്ലോ, അത് കൂടാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവൻ്റെ തിരക്കും ഇതൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ സിനിമാറ്റിക് വീഡിയോ ചെയ്യുന്നതാണ്. പ്ലാൻ സാധനമൊക്കെ ഞങ്ങളുടെ മൈൻഡിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വരുമില്ലെന്ന് കാണാം. എന്തായാലും ഒരു സിനിമാറ്റിക് വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.